കർത്താവായ ഈശോയെ, അങ്ങ് സത്യമായി തിരുവോസ്തിയിൽ ജീവനോടെ സന്നിഹിതനാണെന്ന് ഞാൻ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ലെന്ന് ഞാൻ കർത്താവെ ഞങ്ങൾ അറിയുന്നു. കർത്താവെ, രക്ഷ അങ്ങയിലൂടെ മാത്രമാണല്ലോ. അങ്ങ് ഇടപെടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇസ്രായേൽ ജനം തകർന്ന് ഭയപ്പെട്ട് ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന അതേ അവസ്ഥയിലാണ് ഇപ്പോൾ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ശത്രുക്കൾ നിൽക്കുന്ന ആ സമയത്ത് മോശ കർത്താവെ നിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് മോശയോട് പറയുകയും മോശ തൻ്റെ അധികാരത്തിൻ്റെ ദൈവം കൊടുത്ത കൃപയുടെ, കർത്താവ് അങ്ങ് കൊടുത്ത കൃപയുടെ ആ വടിയെടുത്ത് ചെങ്കടലിന് മീതെ നീട്ടുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായി ആ ചെങ്കടൽ രണ്ടായിട്ട് മാറുകയും ഇസ്രായേൽ ജനം വലിയൊരു അപകടത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് കരകയറി അക്കരെ കടക്കുകയും ചെയ്തു. അതുപോലെ കർത്താവ് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, അങ്ങേ ആരാധിച്ചുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങ് ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. അപ്പോൾ ഇന്ന് പിതാക്കന്മാരോടും ഈ രൂപതയുള്ള മുഴുവൻ വൈദികരോടും ദൈവജനത്തോടും സന്യസ്തരോടും എല്ലാം ചേർന്ന് ഞങ്ങൾ കർത്താവെ അങ്ങേ ആരാധിക്കുമ്പോൾ, സഭ അങ്ങേ ആരാധിക്കുമ്പോൾ അങ്ങയുടെ മൗതിക ശരീരം അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങയുടെ അതിരറ്റ ഇടപെടൽ ഈ ദേശത്തുണ്ടാകണമേ. ദുഷ്ടാരൂപിയുടെ വലിയ പിടിയിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് ഈ ദേശത്തെ മോചിപ്പിക്കുവാൻ തിരുമനസ്സാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും വാക്കാലും വിചാരത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അങ്ങേക്കെതിരെ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങൾക്ക് ഞങ്ങൾ മാപ്പി ഒതുക്കുകയും അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, അനർത്ഥത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുരന്തത്തിൽ നിന്നും ഞങ്ങളുടെ നാടിനെയും സഭയെയും ദൈവജനത്തെയും എല്ലാം രക്ഷിക്കുവാൻ തിരുമനസ്സാകണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് മരണത്തെയും സാത്താനെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണല്ലോ. അങ്ങയുടെ അതിശക്തമായ ഇടപെടൽ ഈ ദിവസം ദേശത്തിൻ്റെ മേലുണ്ടാകുവാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദുഷ്ടപിശാചിൻ്റെ സകലവിധ കുടിലതന്ത്രങ്ങളിൽ നിന്ന് കർത്താവെ മോചിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ കരകൾ നീട്ടി, അങ്ങയുടെ മഹത്വത്തിൻ്റെ കരങ്ങൾ നീട്ടി ഈ നിമിഷം തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ, ബന്ധനം അടിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഈ സമയം നമുക്കൊരു പ്രാർത്ഥനയുടെ മണിക്കൂറായിട്ട് നമുക്ക് മാറ്റണം. ദൈവകൃപ ധാരാളമായിട്ട് നമ്മുടെ മേലും ജനത്തിൻ്റെ മേലും ഉണ്ടാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്ക്, പ്രാർത്ഥിക്കാൻ തിരുമനസ്സാകണം, പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു കോവിഡിൻ്റെ വലിയൊരു കാലഘട്ടം, ദുരന്തങ്ങൾ ഒരുപാട് നമ്മൾ നേരെ മുഖാഭിമുഖം, പ്രത്യേകിച്ച് 2018 മുതൽ 2021 വരെയുള്ള ഈ കാലഘട്ടം ഒരുപാട് പ്രശ്നങ്ങളുടെയും വേദനകളുടെയും അപകടങ്ങളുടെയും അനർത്ഥങ്ങളുടെ ഒരു നാളുകളായിരുന്നു. പലതരത്തിലുള്ള അനർത്ഥം, പ്രത്യേകിച്ച് പ്രകൃതിയിൽ ഒരുപാട് അനർത്ഥങ്ങൾ, പ്രകൃതി മനുഷ്യന് എതിരായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥ. നേച്ചർ കംപ്ലീറ്റായിട്ട് മനുഷ്യനെതിരായി നിൽക്കുന്നു. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, അവൻ്റെ ജോലി മേഖലകളെയും, അവൻ്റെ ശാരീരിക മേഖലകളെയും, അവൻ്റെ ഭവനത്തെയും, അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ കാര്യമായ വിധത്തിൽ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾ, പ്രത്യേകിച്ച് ലോകത്തെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രകൃതി ദുരന്തങ്ങൾ ബൈബിളിൽ പലയിടത്തും ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് നമ്മൾ വളരെ ചേർത്ത് നമ്മൾ ഇന്ന് ദിവസം ധ്യാനിക്കാൻ പോകാം. അപ്പോൾ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ വരിക, ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട 1-2 ദൈവവചനമുണ്ട്. ഒന്ന് സങ്കീർത്തനം 34-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം നമുക്കറിയാം. അതായത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 34-3 മുതലുള്ള വചനമുണ്ട്. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം വരളി. സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജരാവുകയില്ല.
ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ഇപ്പം ഇതുപോലെ മറ്റൊരു വചനം കൂടിയുണ്ട്. സങ്കീർത്തനം 33-ാമത്തെ അധ്യായത്തിൽ, 3-ാമത്തെ അധ്യായം മുഴുവൻ തന്നെയും കൃപയുടെ വചനങ്ങളാണ്. അവിടെ വളരെ പ്രധാനമായിട്ട് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനമുണ്ട്. അതായത് സങ്കീർത്തനം 33-1 മുതലുള്ള വചനം വായിച്ച, നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, സ്തോത്രം ആലപിക്കുന്നതും നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ, 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഉച്ചത്തിൽ ആർപ്പ് വിളികളോടെ വിദഗ്ധമായി തന്ത്രിമീട്ടുവിൻ. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയുടെ ദൈവവും നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ച് കൂട്ടി, ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു. ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ, ഭൂവാസികൾ അവിടുത്തെ മുമ്പിൽ ഭയത്തോടെ നിൽക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്തു, ലോകമുണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. സങ്കീർത്തനം 33-12 വളരെ പ്രധാനപ്പെട്ട വചനമാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ആത്മീയ ശുശ്രൂഷ മേഖലയിൽ ശരിക്കും ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 23 വർഷമായി. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 20-21 വർഷത്തോളം ഫുൾ ടൈം തന്നെ സുവിശേഷ വേലയിൽ ഞാൻ ഏർപ്പെട്ടു. കർത്താവിനെ കൊണ്ട് ഒരുപാട് ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ തിരിഞ്ഞു നിന്ന് ചിന്തിക്കുമ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഈശോ മിശിഹ സത്യദൈവമാണ്. ആ ദൈവമുണ്ട്, യാതൊരു സംശയമില്ല. അതേ ഒളിച്ചിരിക്കുന്ന ദൈവമൊന്നുമില്ല. ആകാശങ്ങളുടെ മേഘപാളികൾക്കപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ദൈവമൊന്നുമില്ല. നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവലായ ആ ദൈവമുണ്ട്, കഥയല്ലത്. ആ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ദിവസം ആരാധന നടത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഇടയിൽ പ്രകടമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. സങ്കീർത്തകൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണമെന്ന് പറയും. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് പറയും. അപ്പോൾ ഈ ദൈവമുണ്ട്, നമ്മുടെ മധ്യമുണ്ട്. ഞാൻ പലപ്പോഴും ഈ ധ്യാന മേഖലയിൽ കാണാറുണ്ട് ചില സംഭവങ്ങൾ, ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അത് ദൈവം നേരിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഒരിക്കലും നമ്മുടെ കരമല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ കഴിവുകൊണ്ട് നടക്കുന്നില്ല, ദൈവത്തിൻ്റെ കരം കൊണ്ട് മാത്രം നടക്കുന്ന സംഭവങ്ങൾ. എന്തിനാണ് അച്ഛൻ ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലോകത്തിൽ ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്നതിരിക്കുന്നത് നമ്മുടെ ആരുടെയും കൈകളൊന്നുമല്ല. നമ്മൾ എത്രയോ കഴിവുള്ളവരും ബുദ്ധിമാന്മാരും ബുദ്ധിശക്തിയുള്ളവരാണെങ്കിലും ശരിക്കും ഈശോമിശിഹ, വേറെ ഒരു കേസും ഇല്ല, ഈശോമിശിഹ ഇടപെട്ടാൽ ഈ പ്രശ്നം തീരും. ആ ദൈവം ഇടപെടുന്ന ചരിത്ര സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതലുള്ള വചനത്തിൽ, അർദ്ധരാത്രിയോടത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പോൾ അവിടെ തടവറയിൽ കഴിഞ്ഞിരുന്ന പൗലോസും സീലാസും അതിന്ന് പുറത്തു കടക്കാനുണ്ടായിരുന്ന കാരണം ദൈവത്തിൻ്റെ ഇടപെടലാണ്. ആ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ പ്രാർത്ഥനകളിൽ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ആ ദൈവം ഇടപെടാതെ പ്രശ്നം, ആ ദൈവം തലമുണ്ട്. ഞങ്ങൾ ചില രോഗികളൊക്കെ സൗഖ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് മരുന്നും ഡോക്ടർമാരും എല്ലാം ഉപേക്ഷിച്ചവർ, ഒരു ഹോപ്പില്ലാത്ത ചില ആളുകൾ വചനം കേൾക്കാനും ധ്യാനം കൂടാൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ചില മിറക്കിളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ ഇന്നും ഭയത്തോടെ ഞാൻ കാണാം. അപ്പോൾ ഉറപ്പുള്ള, പിന്നെ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ ഇവിടെ ദൈവം ഇടപെടൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലാണോ, പലതും നമ്മൾ ചിന്തിക്കുക.
അപ്പോൾ ഞാൻ പറഞ്ഞു ആ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ദേശത്തും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകാൻ തക്കവണ്ണം നമ്മൾ തീക്ഷ്ണമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇവിടെയാണ് ഒരു വചനം കൂടെ ചേർത്ത് വെക്കുകയാണ്. യോന പ്രവാചകൻ്റെ പുസ്തകം. യോന പ്രവാചകൻ്റെ പുസ്തകം പരിശുദ്ധമായ ഈ ദിനങ്ങളിനോട് ഒത്തിരിയേറെ വായിക്കാനും ധ്യാനിക്കാനും പറയാം. നമുക്കറിയാം, യോന പ്രവാചകനോട് ദൈവം പറഞ്ഞു, നിനവേൽ പോയി മാനസാന്തരപ്പെടാനുള്ള അവിടെയുള്ള ജനത്തോട് പെട്ടെന്ന് മാനസാന്തരപ്പെടാൻ പറ. കാരണം അവരുടെ അകൃത്യങ്ങൾ മൂലം അവിടെ ഒരു ദേശത്തൊരു ദുരന്തം വരാമെന്ന്, ഒരു പ്രകൃതി ദുരന്തം അവിടെ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട്, പക്ഷേ ഇത് യോന പ്രവാചകൻ അത് ഇഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം, യോന പ്രവാചകൻ താർസസിലേക്കുള്ള കപ്പൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ദൈവം അവനെ അവിടെ പിടികൂടുന്നുണ്ട്. പിടികൂടിയിട്ട് അവനെ തിരിച്ച് വീണ്ടും അവനോട് പറയുന്നുണ്ട്, നീ പോയി നിനവേ പോയി നീ സുവിശേഷം പ്രസംഗിക്കും. കാരണം ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ. നീ നിനവേ പോയി ദൈവത്തെ എതിർക്കുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന ആ ജനത്തോട് പോയി സുവിശേഷം പറയും, മാനസാന്തരപ്പെടാൻ പറയും. അങ്ങനെ യോന ചെയ്യുന്ന പ്രവൃത്തി നമുക്കറിയാം. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക, ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ഇതാണ് ആദ്യം വേണ്ടത്, ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. പഴയ നിയമത്തിൽ എല്ലാം നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഇസ്രായേൽ ജനത്തിന് ദുരന്തങ്ങളും അപകടങ്ങളും മഹാമാരികളും പാൻഡമിക്കൊക്കെ വരുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ പെട്ടെന്ന് അവരെ തന്നെ എളിമപ്പെടുത്തും. ആർക്കറിയാം, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ കാരണം അവർ മനസ്സിലാക്കുന്നപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ അവർ സംഭവിക്കാത്തതിൻ്റെ കാരണം ഒന്നേ ഉള്ളവർ അഹങ്കാരം എന്നുള്ള ഒരു പൈശാചിക മേഖല. പലപ്പോഴും ഇന്ന് ആളുകളിലും കാണാം, ലോകം മുഴുവനും വരുന്നൊരു പ്രശ്നമാണ് അഹങ്കാരം. എനിക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, പണമുണ്ട്, ഞാനാണ് ശരി. അഹങ്കാരം എന്നത് വരുമ്പോൾ അപകടം വരുമെന്ന് ബൈബിൾ എപ്പോഴും പറയും. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ചരിത്രത്തെയും ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കാണാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. എപ്പോഴും തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രം കാണുക. വേറെ കണ്ണുകളിലൂടെ ഒന്നും ഈ ചരിത്രത്തെയോ ലോകത്തെയോ വ്യാഖ്യാനിക്കാൻ പോകരുത് തിരുവചനത്തിന്. കാരണം വെച്ചാൽ ഇതൊരു ദൈവികമായ വെളിപാടുകൾ അല്ലെങ്കിൽ ബോധ്യങ്ങൾ, ജ്ഞാനം, പ്രചോദനം നമുക്ക് ഒത്തിരി പേർക്ക് ഈ നാളുകളിലും അതിന് മുമ്പൊക്കെ ലഭിച്ചിട്ടുള്ളതുകൊണ്ട് വെളിച്ചത്തിലാണ് അച്ഛൻ ഇത് പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഇവിടെ ചാക്കൊടുത്ത് ചാരം പൂശി അവർ നിലത്തിരുന്നു. രാജാവ് പോലും അത് ചെയ്തു. ശരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത വചനമുണ്ട്, അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവ് ഒരു നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധമാക്കി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണ്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ വെള്ളം കുടിക്കുകയോ അല്ല ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കരുത്. മനുഷ്യനും മൃഗവും ചാക്ക് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. എന്നൊരു വചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ പഠിക്കാം. ഞാൻ റീസണബിളാണ് സംസാരം. വേണമെങ്കിൽ നമുക്കെല്ലാത്തിനും നമുക്ക് സോഫ്റ്റായിട്ട് ചിന്തിക്കാം. ഇപ്പം ആളുകളുടെ മനസ്സിനിണങ്ങി വെച്ച് നമുക്ക് കാര്യം, പക്ഷേ പ്രശ്നത്തിന് പരിഹാരമാകില്ല. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ വസ്തുനിഷ്ഠമായി ചരിത്രത്തെയും ലോകത്തെയും സഭയെയും നമ്മുടെ വിശ്വാസ ചൈതന്യത്തെ എല്ലാം നമ്മൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. സുവിശേഷ വചനത്തിൽ നിന്ന് എതിരായിട്ട് ഞാനോ
നിങ്ങളൊക്കെയോ ദൈവവചനത്തിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിക്കണം. ഈ നാൾ ഞാൻ പറയും, ഈ ഒരു ആരാധന തന്നെ ദൈവമേ കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ അറിഞ്ഞും അറിയാതെയും തിരുമുമ്പാകെ ചെയ്തിട്ടുള്ള തെറ്റുകളെ ഓർത്ത് കുറ്റങ്ങളോർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു, ഞങ്ങൾ തിരുത്തുന്നു, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, കൃപയെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണമെങ്കിൽ ബൈബിൾ പറയുന്നു ലൂക്കാ 1:38, യുദാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം, എളിമപ്പെടണം, അനുദപിക്കണം, പശ്ചാത്തപിക്കണം. യാക്കോബ് ലേഖനം 4:6-10 വരെ, അതായത് ആകയാൽ ഇങ്ങനെ പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കി എളിമയുള്ളവർക്ക് കൃപ. എളിമ വെച്ച് കഴിഞ്ഞാൽ ദൈവവിശ്വാസം, ദൈവത്തോടുള്ള അനുസരണത്വം, ദൈവത്തിനും ഒന്നാം ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം, അതാണ് എളിമ. അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഹന്തയുടെ സംഭവമാണ്, അത് അപകടം പിടിച്ച സംഭവം. ഞാനത് പാപം, നമ്മളത് ആത്മീയമായിട്ട് ഒക്കെ എല്ലാമേ അഹങ്കാരത്തിൽ. അപ്പോൾ അത് പ്രഭാഷകൻ 3:18-19 പറയുന്ന പോലെ അത്രമാത്രം ഉന്നതനാണ്, അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിരുന്നു. ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആരുടെ പ്രാർത്ഥന കിട്ടും? ചുങ്കക്കാർ. കാരണം അവൻ എളിമപ്പെട്ട് അനുദപിച്ച്, അവൻ തൻ്റെ അയോഗ്യതയോർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവിടെ മിറക്കൾ അല്ലെങ്കിൽ അവൻ അദ്ദേഹം ഉപയോഗിക്കുന്നു. ഈ സമയത്ത് നമ്മളും എത്രമാത്രം എളിമപ്പെടാനും അനുദപിക്കാനും ദൈവകൽപ്പനകളിൽ നിന്ന് ഞാനോ നിങ്ങളോ രഹസ്യമായോ പരസ്യമായോ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മനമൊരുകി ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സമയമാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അനുദപിച്ച് പ്രാർത്ഥിക്കണം, അനുദപിച്ച് പ്രാർത്ഥിക്കണം. അപ്പം അത് എനിക്ക് പറയാനതേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ പാവം ദൈവത്തിനെതിരെയോ സഹോദരങ്ങൾക്കെതിരെയോ അപ്പനെതിരെയോ അമ്മയ്ക്കെതിരെയോ സഹോദരനെതിരെയോ ഭാര്യയ്ക്കെതിരെയോ മക്കൾക്കെതിരെയോ അധികാരികൾക്കെതിരെയോ മറ്റന്മാർക്കെതിരെയോ വൈദികർക്കെതിരെയോ വിശുദ്ധിക്കെതിരെയോ വിശ്വാസത്തിനെതിരെയോ ഒക്കെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസങ്ങൾ വഴികളൊക്കെ എല്ലാത്തും ദൈവത്തൊന്ന് മാപ്പ് പറഞ്ഞു നോക്കുക, ശരിക്കും ക്ഷമ ചോദിച്ചു. അതാണ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിലാണ് കരുണയുടെ വാതിൽ. ഈ കരുണയുടെ വാതിൽ ആർക്കാണ്? പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാൻ പറയും, അനുദപിക്കാൻ പറയും. എനിക്കൊന്ന് ലോകത്തിൽ ഇന്നുള്ള ഈ വലിയൊരു അനർത്ഥം മാറും. ദുഷ്ടാരൂപിയുടെ അടിവേര് പോലും തകർക്കപ്പെടും. ഈ രോഗമൊക്കെ ദൈവം ചരിത്രത്തിൽ ഇടപെടും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും ഈശോയ്ക്കൂടെ. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായത്. ഈശോ ഒത്തിരി മക്കളെ സ്പർശിക്കുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ദുരിതങ്ങളെല്ലാം ഈശോ കൊടുത്ത് എല്ലാം വിട്ടുകൊടുത്തു. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈശോയെ രോഗികളുടെ മേൽ തളിച്ച് അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ശരീരത്തിലേക്ക് തിരുരക്തം കൊടുക്കട്ടെ, ഈശോയുടെ രക്തം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഈശോ രക്തം കൊടുക്കട്ടെ, ഈ നിമിഷം കൊടുക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, ബന്ധനം അഴിയട്ടെ. ശ്വാസകോശത്തിലെ അണുക്കളെല്ലാം നിർവീര്യമായി പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ രോഗപീഡകളും പാപപീഡകളും അസ്വസ്ഥതകളും ഭയം ഉത്കണ്ഠ ആകുലത എല്ലാം മാറിപ്പോട്ടെ. മരണഭയം വിട്ടു മാറട്ടെ. അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റെന്ന പോലെ ഈ സമയത്ത് താഞ്ഞടിക്കണം. എല്ലാ മക്കളുടെ അടുക്കലേക്ക് ചെല്ലണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അഭിവന്ദ പിതാക്കന്മാരോട് ചേർന്ന് വൈദികരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ, കൃപയൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ ഇപ്പോൾ വിട്ടുപോകട്ടെന്ന് കൽപ്പിക്കുന്നു ഈശോനാമത്തിൽ. ഈശോയെ, ഈ സമയത്ത് ഇവരെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികളെ പരിപാലിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും അവരുടെ ഭവനങ്ങളെല്ലാം സമർപ്പിച്ചിരുന്നു. വളരെ അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരെ പ്രത്യേകം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളെയും നിയമേ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവ്. ഈശോയെ, ക്വാറന്റൈനിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, കോവിഡ് രോഗത്തു നിന്നും ഭേദപ്പെട്ടതിന് ശേഷവും മറ്റു പലവിധ രോഗങ്ങളാൽ ഭയപ്പെടുന്ന അതിൻ്റെ പീഡയിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ബ്ലാക്ക് ഫംഗസ് രോഗത്തിൻ്റെ മേഖല സമർപ്പിക്കുന്നു. പുതിയ ചില വൈറസുകളുടെ മേഖലയെല്ലാം ഈശോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ മുഴുവൻ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. കേരളത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബന്ധുമിത്രാദികളൊക്കെ രോഗപീഠയിൽ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചില അച്ഛന്മാർ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. ഭാരതത്തിൽ മിഷൻ വേലയിൽ ഏർപ്പെടുത്തിയിരുന്ന വൈദികർ, സന്യസ്തർ മരിച്ചു എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. അത്രാന്മാരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ വലിയ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവജനം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോയെ, നിൻ്റെ കരം നീട്ടണമേ, ശക്തമായ കൈകൾ നീട്ടണമേ. ഈശോയെ, അപ്പസ്തോലന്മാരുടെ കൂടെ അങ്ങ് ഗലീലി തടാകത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ, തോണിയിലങ്ങ് കടന്നുറങ്ങുമ്പോൾ, ഈശോയെ, വലിയ കൊടുങ്കാറ്റ് കടന്നു വന്നപ്പോൾ ശിഷ്യന്മാർ നിന്നെ വിളിച്ചുണർത്തിയല്ലോ. കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, രക്ഷിക്കണമേ എന്ന് പറഞ്ഞു വിളിച്ചു. കർത്താവ്, അതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങൾ തകർന്നു പോകുന്നു, ഞങ്ങളുടെ കണക്കുട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോകുന്നു. ഈശോയെ, നീ ഇടപെടണം. ഈ നിമിഷം ഞങ്ങളുടെ ശക്തമായ കരങ്ങൾ നീട്ടി സാത്താനിയൻ്റെ പ്രവർത്തനത്തെയും ശാസിച്ചകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷയുടെ ഫലമായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വിടുതലും ഈ ലോകം മുഴുവൻ്റെ മേലും, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതം മുഴുവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലലലലല. ആരാധന സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ ആശീർവാദം നമുക്ക് സ്വീകരിക്കും. ദൈവികമായ കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം, അതിശക്തമായ ഇടപെടൽ സംഭവിക്കട്ടെ. ഓരോ ബന്ധനങ്ങൾ അഴിയട്ടെ. പായസാശി രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ, രോഗികൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ, രോഗികളായ അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. മരിച്ചവർക്കൊണ്ട് എല്ലാം പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് എല്ലാവരും ചേർത്ത് വെക്കുന്നുണ്ട്. ഈ ദിനത്തിൽ വലിയ അടയാളങ്ങളും വലിയ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവിൻ്റെ വലിയ ആശീർവാദം നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന സമയത്ത് Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah.